ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണ്. ഇവിടെ നവരാത്രിയുടെ വെക്കേഷനൊക്കെ ഉണ്ട്. 10 ഡേയ്സ് ഹോളിഡേയ്സ് ആണ്. ഭാരതത്തിന് വെക്കേഷനാണ്. പ്രാവശ്യം നാട്ടിൽ പോകുന്നില്ല, പകരം നമ്മൾ ചെറിയൊരു ട്രിപ്പ് വേറെ എവിടെയല്ല, നമ്മൾ ചിക്മംഗ്ലൂർ പോവാണ്. അപ്പോൾ രാവിലെ ഒരു 5:45 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ലൈറ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ജിൻബ്രോക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇവിടെ കുറേ ഹോട്ടലൊക്കെ കാണുന്നുണ്ടായിരുന്നു. നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്മംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് വേറെ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ട്, നമുക്കെല്ലാം കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എവിടെയാ, ദ്വാരക, അവിടെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ഒരു 2 മണിക്കൂർ എടുക്കും അല്ലേ. മുമ്പിലെത്തിയിട്ടുണ്ട്, അങ്ങോട്ട് നടന്ന് പോവാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. നമ്മൾ വന്നിരിക്കുന്നത് ഹലേബീഡു ടെമ്പിളിലാണ്, ഹൊയ്സാലേശ്വര ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ സ്ഥലം ഹലേബീഡ് ആയതുകൊണ്ട് ഹലേബീഡു ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. ഹാസൻ ഡിസ്ട്രിക്റ്റിലാണ്. അമ്പലത്തിലെത്തി, അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഫ്രണ്ട്. ഈ ബേലൂർ ഏരിയയിൽ ഒരുപാട് ഇതുപോലത്തെ ടെമ്പിൾ ഉണ്ട്. അവരുടെ ആർക്കിടെക്റ്റ് വർക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ശരിക്കും നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ് തോന്നിയത്. അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഡാൻസിൻ്റെ പോസ്റ്റിൽ കുറേ ഫോട്ടോയും അതുപോലെ റീൽസും ഒക്കെ ഇവിടെ നിന്ന് എടുത്തു. എന്താണെന്നറിയോ, ഒരുപാട് ഞങ്ങൾ എത്തിയ സമയത്ത് അത്രയും തിരക്കില്ലായിരുന്നു. രാവിലെ ഏർലി മോർണിംഗ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കുറേ കോളേജ് സ്റ്റുഡൻസും അങ്ങനെയൊക്കെ വന്ന് നല്ല തിരക്കായി. ഇതെല്ലാം ഇത് കണ്ടോ, നല്ല തിരക്കായി. ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്രയ്ക്കും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത്, ഒരു ടീ ബ്രേക്ക് എടുത്ത് അവിടുന്ന് ഇതെന്താണെന്നറിയോ, മാംഗ്ലൂർ ബൺ. നമ്മൾ രുചികരത്തിൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗ്രോവേഴ്സ് എന്നാണ് കേട്ടോ. പോകുന്ന വഴിയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടതാണ്. ഒരു വലിയ ഏരിയയിൽ അവരുടെ വീട്, അതിന് മുമ്പിലായിട്ട് ഈ ഒരു കഫേ പോലെയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ വീടിന് മുന്നിലായിട്ട് ഔട്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചിക്മംഗ്ലൂർ ടൗണിൽ നിന്നൊക്കെ വിട്ട് നാട്ടിൻപുറത്തെ ഏരിയയിൽ കൂടെ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് പരമ്പര എന്നാണ്. അവിടെയുള്ള എങ്ങനെയാണ്, നമ്മൾ സാധാരണ ടൗൺ ഏരിയയിലൊക്കെ ഉള്ള ആ ഒരു റിസോർട്ടിൻ്റെ അത്ര ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത റൂമെന്ന് വെച്ചാൽ വളരെ ചെറുതായിരുന്നു. അപ്പം അവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് റൂം മാറ്റി തരാണ് ചെയ്തിട്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അവർ ചോദിച്ചു റൂം ചേഞ്ച് ചെയ്യണമെന്ന്. പിന്നെ കിട്ടിയ റൂം എന്ന് പറഞ്ഞാൽ വലിയതായിരുന്നു, ഒരു ഡോർമെട്രി പോലെ തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ 4 കോട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആകെ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കോട്ടിൽ കിടക്കുക. അതുപോലെ 2 ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നു. അതെന്തായാലും നന്നായി. മറ്റേതൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. കഴിക്കാൻ വേണ്ടി പോവാണ്, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. മാർലി ആർട്ടൊക്കെ, മാർലി നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ അവർ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ പോവാണ്. അടിപൊളി സ്ഥലം. കുറച്ച് ദൂരം ആ ഒരു എന്താ പറയുക, ജീപ്പിൽ വരുന്ന സമയത്ത് അയ്യോ കുലുങ്ങി 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 ഒരു വേണ്ട. നമ്മൾ വന്ന വഴിയാണത്. ഓ സൂപ്പർ,
ശരിക്കും മിസ്സാക്കാൻ പാടില്ല തന്നെ തോന്നുന്നു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ. അരാത് ഹൗസ് ഇറ്റ്. ജീപ്പിൽ കിടന്ന് കൊല്ലിട്ടുള്ളൂ. അടിപൊളി കേട്ടോ. വ്യൂ ഇപ്പം ഇങ്ങനെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദാ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അടിപൊളി സൂപ്പർ സ്ഥലം. വരുതു നമ്മൾ തിരിച്ചിറങ്ങാണ്. മഞ്ഞൊക്കെ വന്നു, മഞ്ഞൊക്കെ ഇങ്ങനെ പോകും. നമ്മൾ തിരിച്ചിറങ്ങുന്ന താഴെത്തെത്തി ഒന്ന് തിരിച്ചു പോകാണ്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചായയൊക്കെ കുടിച്ചു, റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഗംഭീര മഴയാണ്. നമ്മൾ 7:30 ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് റെഡി ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞു. ഭയങ്കര മഴ. അപ്പം പ്രൈവറ്റായിട്ട് ആണ് സാധാരണ ക്യാമ്പ് ഫയർ ഉണ്ടാവുക. എല്ലാവരും കൂടെ ഉണ്ടാവുന്നത്. ഞങ്ങളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മഴയായതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറിന് പോയില്ല, മഴയിൽ. അപ്പോൾ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് റൂമിലേക്ക് എത്തി. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നെന്താ, അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തു. ഇനി ഒന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. 8:30 ഡിന്നറുണ്ട്, അപ്പം കഴിക്കണം. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കിടന്നുറങ്ങി. യാത്ര ചെയ്തതിൻ്റെയും മല കയറിയതിൻ്റെയൊക്കെ ക്ഷീണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.